നമസ്കാരം. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ ഇതിഹാസ ക്രിക്കറ്റ് താരവുമായ ഇമ്രാൻഖാൻ എവിടെയാണ് എന്നുള്ള ചോദ്യത്തിൽ ദുരൂഹത വീണ്ടും വർദ്ധിക്കുകയാണ്. പാകിസ്ഥാൻ ഭരണകൂടം അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നും കാണാൻ കുടുംബത്തെ അനുവദിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെയും അദ്ദേഹത്തെ കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്കും അദ്ദേഹത്തെ കാണാനുള്ള അനുവാദം ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തി ഏറുന്നതും. 2023 ഓഗസ്റ്റ് മുതൽ ഇമ്രാൻഖാൻ ജയിലിലാണ്, അടിയാല ജയിലിലാണ്. 1 മാസത്തിലേറെയായി കുടുംബത്തെ കാണാൻ അനുവദിച്ചിട്ടില്ലെന്ന് ഖാന്റെ കുടുംബം പറഞ്ഞെങ്കിലും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുകയാണെന്നാണ് ജയിൽ അധികൃതർ തറപ്പിച്ച് പറയുന്നത്. ഇതിനിടയിൽ 2024 മെയ് 2 ബ്രിട്ടീഷ് പത്രമായ ദി ടെലിഗ്രാഫിന് വേണ്ടിയിട്ട് ഇമ്രാൻഖാൻ എഴുതിയ ഒരു ലേഖനം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുകയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസീം മുനീറിൻ്റെ കീഴിലുള്ള പാകിസ്ഥാൻ സൈന്യം പാകിസ്ഥാന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്ന് തൻ്റെ പാർട്ടിയെ മാറ്റി നിർത്താൻ, അതിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റുകയാണെന്നും തുടർന്ന് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അസീം മുനീർ ഉത്തരവാദി ആയിരിക്കുമെന്നും അടിമത്തത്തെക്കാൾ വളരെ ഭയാനകമായ അവസ്ഥയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും ഇത്തരത്തിലുള്ള അടിമത്വത്തിൽ ജീവിക്കാൻ താൻ ഒരിക്കലും ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നും ഇമ്രാൻഖാൻ പറയുന്നു. സൈനിക സംവിധാനം അവർക്ക് കഴിയുന്നതെല്ലാം ചെയ്തു. ഇനി അവരുടെ മുന്നിൽ എന്നെ കൊല്ലുക മാത്രമാണ് ബാക്കിയുള്ളത്. എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ജനറൽ അസീം മുനീറിനായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ എൻ്റെ വിശ്വാസം ശക്തമായതിനാൽ തന്നെ ഞാൻ ഭയപ്പെടുന്നില്ല. അടിമത്തത്തെക്കാൾ മരണമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തടയിൽ വെച്ച് അദ്ദേഹം മരിച്ചു എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് ഈ ലേഖനത്തിലെ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഖാനെ കാണാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അടിയാല ജയിലിന് മുന്നിൽ ഇപ്പോഴും കുത്തിയിരിപ്പ് സമരം നടത്തുകയാണ്. ഖാന്റെ മകന്റെ കത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ കാസിമിൻ്റെ കത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ പ്രചരിക്കപ്പെടുന്നുണ്ട്. പിതാവിനെ മോചിപ്പിക്കപ്പെടണം എന്നതാണ് ഖാന്റെ മകന്റെ ആവശ്യം. കഴിഞ്ഞ 6 ആഴ്ചയായി അദ്ദേഹത്തെ ഒരു ഇരുളടഞ്ഞ സെല്ലിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട അന്തരീക്ഷത്തിൽ വച്ചിരിക്കുകയാണ്. വ്യക്തമായ കോടതി ഉത്തരവുകൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ സഹോദരിമാരെയോ മക്കളെയോ കാസിമിൻ്റെ സഹോദരനടക്കം ആരെയും കാണിക്കുവാനായിട്ട് ഭരണകൂടം തയ്യാറായിട്ടില്ല. ഫോൺ കോളുകളോ മറ്റ് മീറ്റിങ്ങുകളോ അദ്ദേഹത്തുമായിട്ട് നടത്താനും സമ്മതിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാത്ത ഒരു അങ്കലാപ്പിലാണ് താൻ എന്നാണ് കാസിം എഴുതിയിരിക്കുന്നത്. അസീം മുനീർ ഇപ്പോൾ പാകിസ്ഥാന്റെ 3 സേനകളെയും അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ അണ്വായുധങ്ങൾ ഉൾപ്പെടെ നിയന്ത്രിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ആളാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ആർമിയാണ് പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഏത് ഭരണം മുന്നോട്ട് നയിക്കുമ്പോഴും ഏത് ഭരണകൂടം മുന്നോട്ട് പാകിസ്ഥാനെ ഭരിക്കുമ്പോഴും എല്ലാ കാലത്തും പാകിസ്ഥാന്റെ ആർമിയാണ് പാകിസ്ഥാനെ അടക്കി ഭരിക്കുന്നത്. പാകിസ്ഥാന്റെ ആർമിയെ ഏതെങ്കിലും ഒരു ഭരണകർത്താവ് എതിർത്ത് കഴിഞ്ഞാൽ അയാൾ ഭരണത്തിൽ നിന്ന് താഴെ പോകും. ആ രീതിയിലാണ് പാകിസ്ഥാൻ സ്വതന്ത്രമായതിനു ശേഷം പാകിസ്ഥാൻ്റെ ഉള്ളൊരു മുന്നോട്ടുള്ള പോക്ക്. ഇത് ഒരിക്കലും ഒരു ആശാസ്യകരമായിട്ടുള്ള ഒരു സംവിധാനമല്ല. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ അത് തന്നെയാണ് തുടരുന്നത്. ഇമ്രാൻഖാൻ്റെ ഇത്തരം വാർത്തകൾക്കിടയിൽ മകൻ കാസിം അദ്ദേഹം ജീവിച്ചിരിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു തെളിവെങ്കിലും കൃത്യമായി തരാനുള്ള ഒരു അപേക്ഷയാണ് ഭരണകൂടത്തിന് മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പൂർണ്ണമായും ഇരുളടഞ്ഞൊരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അന്തരീക്ഷം. ഒരു പ്രോട്ടോകോളിൻ്റെയും ഭാഗമല്ല ഇത് ഈ രീതിയിൽ അദ്ദേഹത്തെ ജയിലിൽ വയ്ക്കുന്നതെന്നും കാസിം പറയുന്നു. തൻ്റെ പിതാവിൻ്റെ അവസ്ഥ മറച്ചു വയ്ക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് അധികാരികളിൽ നിന്ന് ഉണ്ടാകുന്നത്. എൻ്റെ പിതാവിൻ്റെ സുരക്ഷയ്ക്കും ഈ മനുഷ്യത്വരഹിതമായ ഒറ്റപ്പെടലിനും അതിൻ്റെ എല്ലാ അനന്തര ഫലങ്ങൾക്കും പാകിസ്ഥാൻ്റെ സർക്കാരും അതിൻ്റെ നേതൃത്വവും പൂർണ്ണ നിയമപരവും ധാർമ്മികവുമായ എല്ലാ ഉത്തരവാദിത്വവും അവർക്കാണ് എന്ന് കാസിം പറയുന്നു. അന്താരാഷ്ട്ര സമൂഹവും മനുഷ്യാവകാശ സംഘടനകളും ഇതിൽ ഇടപെടണമെന്നും തൻ്റെ പിതാവിന് നീതി നേടിക്കൊടുക്കുവാനായിട്ട്, നീതി വാങ്ങിത്തരുവാനായിട്ട് എല്ലാവിധ പിന്തുണയും തരണമെന്ന് അയാൾ അഭ്യർത്ഥിക്കുകയാണ്. തൻ്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എങ്കിലും സ്ഥിരീകരിക്കണമെന്ന്
അദ്ദേഹം ആവശ്യപ്പെടുന്നു, അദ്ദേഹം അപേക്ഷിക്കുന്നു. കോടതി ഉത്തരവുകൾ പ്രകാരം അദ്ദേഹത്തെ കാണാൻ പ്രവേശനം നൽകണമെന്നും അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വരഹിതമായ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇതിനിടയിൽ ഇമ്രാൻഖാൻ്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഇമ്രാൻഖാൻ വളരെ സുരക്ഷിതമായി ജയിലിൽ ഉണ്ടെന്നും ജയിൽ അധികാരികൾ സമ്മതിക്കുന്നുണ്ട്, ജയിൽ അധികാരികൾ പറയുന്നുണ്ട്. PTI നേതാവായ ഇമ്രാൻഖാൻ ആവശ്യമായ എല്ലാ പരിചരണവും നൽകുന്നുണ്ടെന്നും ജയിൽ ഭരണകൂടം അവരുടെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇമ്രാൻഖാനെ അടിയാലെ ജയിലിൽ നിന്ന് മാറ്റിയതായുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണ്. ഇപ്പോഴും അടിയാലെ ജയിലിൽ തന്നെ ഇമ്രാൻഖാൻ ഉണ്ട് എന്നും ജയിൽ അധികൃതർ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കിംവദന്തികളും അടിസ്ഥാനരഹിതമാണെന്നും അവർ കൂട്ടിച്ചേർക്കുകയാണ്. പക്ഷേ പാകിസ്ഥാൻ്റെ ഒരു രീതി അനുസരിച്ച്, ശൈലി അനുസരിച്ച് പാകിസ്ഥാൻ്റെ പട്ടാളത്തെ ഏതെങ്കിലും തരത്തിൽ എതിർക്കുന്ന ഭരണാധികാരിക്ക് വളരെ കഠിനമായ ശിക്ഷയാണ്, അവർ കൊല്ലപ്പെടുകയാണ് പാകിസ്ഥാൻ്റെ ഒരു പതിവ്. അല്ലെങ്കിൽ അവർ ആ നാട്ടിലുണ്ടെങ്കിൽ അവർ കൊല്ലപ്പെടും, അല്ലെങ്കിൽ അവർ നാട് കടന്ന് മറ്റേതെങ്കിലും നാട്ടിലാണെങ്കിൽ ഏറെക്കുറെ സുരക്ഷിതമായിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയും. പക്ഷേ പാകിസ്ഥാനിലാണെങ്കിൽ ഏത് സമയത്തും അവർ കൊല്ലപ്പെടുന്നൊരു സാഹചര്യത്തിൽ കൂടിയായിരിക്കും പാകിസ്ഥാൻ്റെ ആർമിയെ ഏതെങ്കിലും തരത്തിൽ അവരെ വിമർശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അവർക്ക് നേരിടേണ്ടി വരിക. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മുൻ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ്റെ ആർമിയാണ്, പാകിസ്ഥാൻ്റെ സൈന്യമാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭരണകർത്താവ്. അതിന് ശേഷം മാത്രമേ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിനപ്പുറം അവിടുത്തെ മത നേതാക്കളെയും മത നേതൃത്വവും ഭീകരവാദികളും ഇവരെയൊക്കെ പിണക്കുന്ന ഒരു നേതാവിന് അവിടെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇമ്രാൻഖാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റെന്തെന്നാൽ ഇന്ത്യയുമായിട്ടൊരു സഹകരണം ആയിട്ട് മുന്നോട്ട് പോകണമെന്നും, കാരണം ഇന്ത്യയുമായിട്ട് ഒരു ശത്രുതയിലാകുന്നത് പാകിസ്ഥാൻ ഒട്ടും ഗുണകരമല്ലെന്നും ഇമ്രാൻഖാൻ ഒരിക്കൽ വാദിച്ചു. ഇതാണ് സത്യത്തിൽ ഇമ്രാൻഖാനെ ഏറ്റവും വലിയ അസ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയത്. കാരണം സത്യം പറയാൻ പാകിസ്ഥാനിൽ സാധിക്കില്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുക, ന്യൂനപക്ഷങ്ങളെ ക്രൂരമായി ആക്രമിക്കുക, മറ്റ് ഇതര മതസ്ഥർക്ക് ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാലാവസ്ഥയും ഇല്ലാതാക്കുക, അവരെ രണ്ടാം തരം പൗരന്മാരാക്കി എല്ലാ പീഡനങ്ങളിലെയും അവരെ പീഡിപ്പിക്കുക എന്ന തരത്തിലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു നേതാവിന് മാത്രമേ പാകിസ്ഥാൻ ഭരിക്കാൻ പറ്റൂ. കാരണം അത്രമാത്രം മതത്തിൽ കാർക്കശ്യ സ്വഭാവമുള്ള, ഭീകര സ്വഭാവമുള്ള ഭീകരവാദിക്ക് മാത്രമേ പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തിൽ ഭീകരവാദികളെ അനുകൂലിക്കുന്ന ഒരു നേതാവിന് മാത്രമേ പാകിസ്ഥാനിൽ തുടരാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ചും സൈന്യത്തെ യാതൊരു തരത്തിലുള്ള രീതിയിലും സൈന്യത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ പാടില്ല പാകിസ്ഥാനിൽ. ഇതാണ് ഇമ്രാൻഖാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റ്. അതുകൊണ്ട് തന്നെയാണ് 2023 ഓഗസ്റ്റ് മുതൽ ഇമ്രാൻഖാൻ ജയിലിൽ കഴിയുന്നതും. എന്തായാലും ഇമ്രാൻഖാൻ ജീവനോടെ തിരിച്ചു വന്നാൽ ഇമ്രാൻഖാൻ്റെ ഭാഗ്യം ആണെന്ന് മാത്രം പറയാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.